ഒരല്പം വൈകിയൊരു പോസ്റ്റാണ്, ഒരു താങ്ക് യു പോസ്റ്റ്. ഞാൻ ജസ്റ്റ് ഫേസ്ബുക്കിലൂടെ നോക്കിയപ്പോഴാണ് അറിഞ്ഞത് ഇന്നലെ വേൾഡ് സോഷ്യൽ മീഡിയ ഡേ ആയിരുന്നു. അപ്പോൾ നമ്മളെ സജനാസിനെ സംബന്ധിച്ച് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒരുപാട് ലൈക്കും കമന്റും ഷെയറൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അറിയാത്ത പോലും ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. നിങ്ങളുടെ എല്ലാവരും ഞങ്ങളൊക്കെ ചെറിയൊരു ലൈക്കായാലും കമന്റ് ആയാലും ഷെയർ ആയൊക്കെ ഭയങ്കര പ്രോത്സാഹനമാണ് നമ്മളെപ്പോലെ ബിസിനസ് ചെയ്യുന്നവർക്ക്. അപ്പോൾ ഇനിയും ഒരുപാട് ലൈക്കും കമന്റും ഷെയറും തന്ന് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ ഓരോ വിജയത്തിലും നിങ്ങൾ പാർട്ടാവാൻ ശ്രമിക്കുന്നുണ്ട്, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ പോസ്റ്റ് ചെയ്യേണ്ട, ജസ്റ്റ് കമന്റ് അടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ലൈക്കെങ്കിലും അടിച്ചു പോകാറുണ്ട്. അപ്പൊ അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ എന്തെങ്കിലും പോസ്റ്റോ ജസ്റ്റ് ബിസിനസിന്റെ മാത്രമല്ല എന്തെങ്കിലും ഫോട്ടോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ലൈക്കൊക്കെ കൊടുത്ത് അവരെ ചെറിയ ചെറിയ സന്തോഷമല്ലേ ഇതൊക്കെ കൊടുക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നു ആദ്യം ആക്റ്റീവായിട്ടിരുന്നത് ഓർക്കൂട്ടിലാണ്, സോഷ്യൽ മീഡിയയിൽ. പിന്നീടാണ് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ വന്നത്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഏത് സോഷ്യൽ മീഡിയയിലാണ് ആക്റ്റീവായി തുടങ്ങിയതെന്ന് പറയണം കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലാണോ, ഫേസ്ബുക്കിലാണോ, യൂട്യൂബിലാണോ എന്നൊക്കെ പറയണം. ഞാൻ ഇക്കാരോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഞാൻ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടിരുന്നിട്ടുള്ളത് പറയുന്നതെല്ലാം കേട്ടിട്ട് പാൽടാക്ക് യാഹുവിലാണ്. പിന്നെ ഓർക്കുട്ടിലും MSN ആ സമയത്ത് എനിക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് മുതലുള്ള എല്ലാ ഫ്രണ്ട്സും എനിക്ക് ഇപ്പോഴും ഞാനായിട്ട് കണക്റ്റഡ് ആണ്, നല്ല ഫ്രണ്ട്ഷിപ്പാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ ഇക്കാരുടെ ഡാൻസിനും പാട്ടിനും അഭിനയത്തിനൊക്കെ നന്ദി പറയുന്ന ആൾക്കാർക്ക് നന്ദി പറയേണ്ട ഒരു സ്റ്റാൻസാണ്. അതെ, എല്ലാവർക്കും നന്ദി. വീണ്ടും സപ്പോർട്ട് ചെയ്യണം. ഞാൻ സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്തെല്ലാം എന്റെ ഫ്രണ്ട്സിന്റെ എല്ലാം പോസ്റ്റുകൾക്ക് ലൈക്കും കമന്റും മനഃപൂർവ്വം ഞാൻ കൊടുക്കാറുണ്ട്. കാര്യം അങ്ങനെ ഈ ലൈക്കും കമന്റും കൊടുക്കുമ്പോൾ അവരുടെ പോസ്റ്റിനെ കുറിച്ച് ഒരു ഹാപ്പിനെസ് ആണ്. നമ്മളടുത്ത് റെസ്പോണ്ട് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് ഒരു ഹാപ്പിനെസ്, നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല, നമുക്ക് സന്തോഷം. ലൈക്കും കണ്ടിട്ട് ഒരു ഒബ്സർവറെ പോലെ ഇരുന്ന് ജഡ്ജ് ചെയ്യണതിനേക്കാളും നല്ലത് നമ്മുടെ മനസ്സിലുള്ളത് ആ സമയത്ത് ഒരു കമന്റ് പോലെ കൊടുക്കുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യുന്നത്. നിശബ്ദരായിട്ട് ഇങ്ങനെ നോക്കി സ്റ്റോറി ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഒക്കെ നോക്കിയിരിക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ആരെങ്കിലും എന്തെങ്കിലും ഇടാൻ ശ്രമിക്കുമെങ്കിൽ ജസ്റ്റ് കമന്റും ഷെയർ ഒക്കെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്കൊരു ലൈക്ക് ഒക്കെ കൊടുക്കാം. അതുപോലെ നമുക്ക് തരണം കേട്ടോ. ഇങ്ങനെ ഒളിച്ചിനും പാത്തും നോക്കി സ്റ്റോറി ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് മാത്രം വീഡിയോ നോക്കണേ. നിങ്ങളൊന്നും ഒരു ലൈക്കും കമന്റും കൊണ്ട് നമ്മൾ ഇപ്പൊ കോടികളൊന്നും നേടാനൊന്നും പോകണില്ല. ചെറിയ ചെറിയ സന്തോഷം അതല്ലേ നമുക്കൊക്കെ വേണ്ടത്. അപ്പൊ ഒരിക്കൽ കൂടെ ഹാപ്പി വേൾഡ് സോഷ്യൽ മീഡിയ ഡേ. ഓക്കെ, സോഷ്യൽ മീഡിയ കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ നന്നായിട്ട് പ്രയോജനപ്പെടുത്തുന്നവർക്ക് നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ പറ്റും, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.